കൊണ്ട് ഞാൻ കർത്താവിനെ ഈ രാത്രികാലം സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മോശ എന്ന വ്യക്തി. മോശയെ കുറിച്ച് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം അഭിമുഖമായി ഡയറക്റ്റ് സംസാരിച്ച വ്യക്തിയാണ് മോശ. മോശയോടുള്ള ബന്ധത്തിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മോശയോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയുവാനായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പുറയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ രാത്രി ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഡയറക്റ്റ് വേദഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, യഹോവയായ ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ച് വരുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ദൈവാത്മാവ് നമ്മെ വിളിച്ചു വരുത്തിയെങ്കിൽ, നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ മോശയോട് പറഞ്ഞതുപോലെ, മോശയ്ക്ക് എഴുതി കൊടുത്തതുപോലെ ചില കാര്യങ്ങൾ നമ്മളോടുള്ള ബന്ധത്തിലും എൻ്റെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയും പ്ലാനും ഉണ്ടെന്നുള്ള വസ്തുത ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ മറന്നു പോകരുത്. യഹോവയായ ദൈവം മോശയെ സീനായി പർവ്വത മുകളിലേക്ക് വിളിച്ചു വരുത്തിയത് ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അത് വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ എൻഡുമാണ് നാം 31-ാമത്തെ വാക്യത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്താണ് 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരലുകൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലക രണ്ടും അവന്റെ കയ്യിൽ കൊടുത്തു. ദൈവത്തോട് കൂടെ ഇരുന്ന്, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ വസിച്ച് ഇരുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അതേ ചില കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആ വാക്യം അവിടെ നിൽക്കട്ടെ. 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നാം 15-ഉം 16-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ 3 വാക്യങ്ങളും നാം ഒന്നിച്ച് ചേർത്ത് ചിന്തിക്കുന്നത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന 3 വേദഭാഗങ്ങളാണ്. കൽപ്പനകൾ എഴുതി കൊടുത്ത കൽപ്പലകകൾ യഹോവയായ ദൈവം മോശയുടെ കയ്യിൽ കൊടുത്തു. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ തിരിഞ്ഞ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയെടുത്ത് തന്റെ വിരലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൽപ്പലകയും അതിലെഴുതിയ വാഗ്ദത്ത വചനങ്ങളും എഴുതിയ കൽപ്പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ മോശ അവിടെ നിന്ന് തിരിച്ച് പാളയത്തിലേക്ക് പുറപ്പെടുമ്പോൾ ആ കൽപ്പലകകൾ രണ്ടും മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവം കൊടുത്ത സാക്ഷ്യത്തിന്റെ കൽപ്പലകൾ രണ്ടും അവന്റെ കൈവശം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കാലാകാലങ്ങളായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മക്കളും അവകാശികളുമാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. വേദപുസ്തകം അതാണ് നമ്മോട് പറയുന്നത്. എന്നാൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് അവന്റെ സന്തതികളാക്കി ദൈവം നമ്മെ മാറ്റുമ്പോൾ, ദൈവം നമ്മെ ഒരു വെറും കൈയോടുകൂടി ഒന്നുമല്ല വിളിക്കുന്നതും അല്ലെങ്കിൽ
ഒന്നും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാതെയല്ല ദൈവം നമ്മെ വിളിക്കുന്നത്, ദൈവം നമ്മെ കൊണ്ടുവന്നത്. നാം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മെ അത് ചില ഗ്രഹവിചാരകന്മാരായി ചില ഉത്തരവാദിത്തങ്ങൾ, ചില റെസ്പോൺസിബിലിറ്റികൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ മോശയുടെ കയ്യിൽ കൽപ്പനകൾ കൊടുക്കുകയും മോശ അതുകൊണ്ട് പാളയത്തിലേക്ക് പുറപ്പെടുകയും അത് തന്നെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്ന. രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞ് ഇന്ന് രാത്രി കാലം നോക്കുന്ന രാത്രിയായി തീരട്ടെ. കാലാകാലങ്ങളായി ദൈവം നമ്മെ വിളിച്ച് തന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. വെറും കൈയോടെ ദൈവം നമ്മെ ആരെയും വിളിച്ചിട്ടില്ല. അത് ദൈവം നമ്മെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. മോശയുടെ കയ്യിൽ കൊടുത്തതുപോലെ ഇന്ന് രാത്രിയിൽ, ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെയും എന്റെയും കരങ്ങളിൽ ദൈവാത്മാവ് ചിലത് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ളത് നിന്നെ ഉത്തരവാദിത്വത്തോടുകൂടെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നാം വിശ്വസ്തത പുലർത്തുന്നുണ്ടോ, നാം വിശ്വസ്തരാണോ എന്ന് ഇന്ന് രാത്രിയിൽ സ്വയശോധനയ്ക്ക് വിധേയരാക്കുന്നത് നല്ലതാണ്. കാലചക്രത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പല നിലകളിൽ പലപ്പോഴും പലരും മറന്നു പോകുന്നു എന്നുള്ളത് ഒരു സത്യമായ യാഥാർത്ഥ്യമാണ്. അതേ സുവിശേഷങ്ങളിൽ നിന്ന് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേറൊരു വിഷയത്തെ കൊണ്ടുവരുവാനായിട്ട് ഇന്ന് രാത്രിയിൽ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20, ഈ വാക്യം ഇവിടെ നിൽക്കട്ടെ, ഇതിനോട് കണക്ട് ആയിട്ട് ഒരു വേദഭാഗം കൂടെ ഞാൻ വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതൽ അത് താഴോട്ടുള്ള ചില വേദഭാഗങ്ങൾ ഈ രാത്രികാലം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു ഉപമയുടെ രൂപത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അവിടെ പ്രസ്താവിക്കുന്ന കാര്യം 14 മുതൽ താഴോട്ട് ആ വേദഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വേദപുസ്തകം ധ്യാനിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് അവിടെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച ചില താലന്തുകൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് പറഞ്ഞു പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതെ, അതിലെ ഒരു ദൂരയാത്ര പോകുന്ന ഒരു ധനികനായ മനുഷ്യൻ 3 ദാസന്മാരെ അവിടെ വിളിക്കുകയാണ്. ശ്രദ്ധിക്കണം, 3 ദാസന്മാർ ഈ ധനികനായ മനുഷ്യന്റെ, അത് 3 വിലയേറിയ 3 ദാസന്മാരാണ്. ഈ 3 ദാസന്മാരെ വിളിച്ചിട്ട് എന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് അവൻ, ഈ ധനികനായ മനുഷ്യൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രാപ്തി പോലെ അത് താലന്തുകൾ കൊടുത്തിട്ട് യാത്ര പുറപ്പെടുന്നു. ശ്രദ്ധിക്കണം, ഈ 3 പേരും ഈ ധനികനായ മനുഷ്യന്റെ ദാസന്മാരാണ്. 3 പേരും ദാസന്മാരാണ്. അതിൽ 1-ാമത്തെ ദാസനോടുള്ള ബന്ധത്തിൽ 5 താലന്താണ് അത് ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 5 താലന്ത് കിട്ടിയ മനുഷ്യൻ, ഈ ദാസൻ എന്തു ചെയ്തു? ഉടനെ കടന്നുപോയി വ്യാപാരം ചെയ്ത 5 കൂടി നേടുന്നതായ കാര്യമാണ് അവിടെ ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 താലന്ത് ഒരുവന് കൊടുത്തു, 2-ാമത്തവന്, അവനും കടന്നുപോയി വ്യാപാരം ചെയ്തു, 2 കൂടി നേടി. അങ്ങനെ 2 ദാസന്മാരും അവനവനെ ഏൽപ്പിച്ച അതേ താലന്തുകൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, ഓരോ കാലഘട്ടങ്ങളിലും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ട് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുകയാണ്.
എന്നിട്ടാണ് അവൻ നമ്മെ ഓരോ ഇടങ്ങളിൽ ആക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നമ്മെ വിവിധ ഇടങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ അത് ചില കഴിവുകൾ, ചില കൃപകളൊക്കെ തന്ന് ഏൽപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും ചില ഇടങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവനവന്റെ പ്രാപ്തി അനുസരിച്ചാണ് ദൈവാത്മാവ് അത് വീതിച്ചു കൊടുക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 5 ടാലന്റ് വ്യാപാരം ചെയ്യുവാനുള്ള കഴിവും ത്രാണിയും നിനക്കും എനിക്കുമുണ്ടെങ്കിൽ ദൈവം ആ നിലയിലാണ് എൻ്റെ കരങ്ങളിൽ തരുന്നത്. അതല്ല 2 വ്യാപാരം ചെയ്യുവാനായിട്ട് നിനക്കും എനിക്കും കഴിവുള്ള എങ്കിൽ അതാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം എന്തെങ്കിലും ഒന്ന് നമ്മെ ഏൽപ്പിക്കാതെ അവന്റെ ഇടങ്ങളിൽ, സഭകളിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ചില കൃപകളും ചില കഴിവുകളും ഒക്കെ തന്നാണ് ദൈവം നമ്മെ ഓരോ മേഖലകളിലും ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കേണ്ട വിഷയം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ വ്യക്തിപരമായി ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഞാൻ എന്ന ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഈ ദാനം, പ്രൈസ് ദി ലോർഡ്, എന്റെ ആരോഗ്യം, എന്റെ വിദ്യാഭ്യാസം, എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇതൊന്നും എന്റെ വകയല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. എനിക്കുള്ളത് എൻ്റെ ദൈവം എനിക്ക് തന്ന ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്കുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളോടുള്ള ബന്ധത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ അത് എനിക്ക് പറയുവാൻ കഴിയുന്നത്, എനിക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറെ എണ്ണിപ്പറയാമെന്ന കുറെ പാപങ്ങളല്ലാതെ ഒരു നന്മയും എനിക്ക് പറയുവാനില്ലായിരുന്നു. എനിക്ക് പറയുവാനുള്ളത് എന്നിലുള്ള കുറെ പാപങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു നന്മയും ഒന്നും എനിക്ക് പറയുവാനുള്ള, പക്ഷെ എൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചിട്ട്, എൻ്റെ കുറവുകളെ എൻ്റെ ദൈവം ക്ഷമിച്ചിട്ട് അവൻ എന്നെ വിളിച്ച് വേർതിരിച്ച് തന്റെ മക്കളും അവകാശികളുമാക്കി മാറ്റിയിട്ട് അവൻ എന്നിൽ അവന്റെ ദാനങ്ങളെ നിറച്ച് നമ്മെ ഓരോ മേഖലകളിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അത് ദൈവം തന്ന കഴിവുകളും കൃപകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ നാളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യേണ്ടത്, അത് സ്വയശോധനയ്ക്ക് വിധേയരാക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളില് പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന കൃപകൾ, അത് ദൈവം തന്ന ദാനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പലപ്പോഴും അത് നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയാതെ വണ്ണം, ഒരു താലന്ത് കിട്ടിയവനെ പോലെ അത് ഹല്ലേലൂയ പലപ്പോഴും അത് കുഴിച്ചിട്ടിരിക്കുന്ന അനുഭവമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു, അത് ഹൃദയങ്ങളെ തട്ടി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവം തന്ന കഴിവുകളും കൃപകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ? അതോ ഒരു താലന്ത് ലഭിച്ചവനെ പോലെ നാം അത് കുഴിച്ചിട്ടിരിക്കുകയാണോ? ശ്രദ്ധിക്കണം, ഈ ഒരു താലന്ത് കിട്ടിയവനും അതേ ഈ ധനികനായ മനുഷ്യന്റെ ദാസനാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വെളിയിൽ നിന്നല്ല ഈ ഒരു താലന്ത് കൊടുത്തവനെ ഔട്ടിൽ നിന്ന് വിളിച്ചല്ല ദൈവം അവന് ഒരു താലന്ത് കൊടുത്തത്. പിന്നെയോ അത് ദൈവത്തിന്റെ ദാസന്മാരാണ്, ഈ ധനികനായ മനുഷ്യന്റെ ദാസന്മാരാണ് ഇവര് 3 പേരും. എന്നാൽ ആദ്യത്തെ 2 പേര് അവർക്ക് കിട്ടിയത് കൊണ്ട് വ്യാപാരം ചെയ്ത് നേടാവുന്നതിൽ മാക്സിമം നേടി. എന്നാൽ 1 കിട്ടിയവൻ അവനും ദാസനാണ്, പക്ഷേ കിട്ടിയ അത് താലന്ത് അവൻ വിനിയോഗിക്കാതെ അത് കുഴിച്ചിടുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ദൈവം തന്നിരിക്കുന്ന കൃപകൾ എന്തൊക്കെയാണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എന്താണ്? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണ്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭകളിൽ അത് എന്നാൽ കഴിയുന്ന നിലകളിൽ ആ ദൈവസഭയെ ആത്മപൂരിതമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നാളുകളിൽ കഴിയുന്നുണ്ടോ? എങ്കിൽ ദൈവം തന്ന ടാലന്റുകളെ നാം വിനിയോഗിക്കുന്നു. മറിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭകൾക്കുള്ളിൽ ദൈവം തന്ന കഴിവുകളെ കൊണ്ട്, കൃപകളെ കൊണ്ട്, അത് കൃപാവരങ്ങളെ കൊണ്ട് അത് ദൈവസഭയെ ഒരു ആത്മീക നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരു താലന്ത് കിട്ടിയവരെ പോലെ നീയും ഞാനും അത് കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത ആലോചന വിളിച്ചു പറയുകയാണ്. ശ്രദ്ധിക്കണം, ഇവര് 3 പേരും ആ വലിയ മനുഷ്യന്റെ ദാസന്മാരാണ്. എന്നാൽ 2 പേരെങ്ങനെ ചെയ്യുന്നു, ഒരുവൻ എങ്ങനെ ചെയ്യുന്നു എന്ന് ഇന്ന് രാത്രി കാലം നാം നോക്കണം. നാം വേദഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ അതേ ഹല്ലേലൂയ 3 പേരോടും കണക്ക് തീർക്കുവാൻ ഈ മനുഷ്യൻ ചില നാളുകൾ കഴിഞ്ഞ് യജമാനൻ തിരിച്ചു വന്ന് അവരുമായിട്ട് കണക്ക് തീർത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് തന്ന കഴിവുകളും കൃപകളും വരങ്ങളും ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഇത് ദൈവം നമുക്ക് ദാനം തന്നതാണ്. ഈ ദാനം തന്ന ദാതാവ് ഈ ദാനത്തെ ഒരിക്കൽ തിരിച്ചു ചോദിക്കുമ്പോ നാം അവനുമായി ഒരു ദിനം കണക്ക് തീർക്കേണ്ട ഒരു ദിവസം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അടിവരയിട്ട് ഇന്ന് രാത്രിയിൽ പഠിപ്പിക്കുന്നു. നാം അവനെ ദൈവം ഏൽപ്പിച്ച ടാലന്റുകൾ തിരിച്ച് ദൈവമായിട്ട് കണക്ക് തീർക്കുന്ന സുദിനം വരുമ്പോൾ 5 നേടിയവൻ വന്നിട്ട് പറയുന്നു, അങ്ങനെക്ക് 5 അല്ലേ തന്നത്, ഞാൻ 5 കൂടി നേടി എന്ന് പറയുമ്പോൾ ദൈവം അല്ലെങ്കിൽ ധനികനായ മനുഷ്യൻ പിതാവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യജമാനന്റെ സന്തോഷത്തിലേക്ക് എന്ത് ചെയ്തു കൊള്ളുക? പ്രവേശിച്ചു കൊള്ളുക. 2 താലന്ത് കിട്ടിയവരോടും യജമാനൻ ഇതേ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾ, കൃപകളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം വിനിയോഗിക്കുന്നവരെയാണ് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ യജമാനൻ അനുമതി തരുന്നത്. ഇന്ന് ആത്മീക ലോകത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ സഭകൾക്കുള്ളില് പ്രൈസ് ദി ലോർഡ് പലരും ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കടന്നു വരുന്നു, ഇന്നൊരു ആചാരം പോലെ ദൈവസഭകൾ, ആരാധനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച ആരാധനയുടെ ലെവലെ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഭിത്തികളിലെല്ലാം എല്ലാവർക്കും കാണുന്ന നിലകളില് ക്ലോക്കുകൾ വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 മണി എന്നുള്ള സമയം അടിക്കുന്നതിന് മുമ്പേ എല്ലാവരും തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകുവാൻ വേദപുസ്തകം സിബിട്ട് മുറുക്കി ബാഗിനകത്ത് ഭദ്രമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് അതിൻ്റെതായ ബഹുമാനമില്ലാതെ, ആരാധനയ്ക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുക്കാതെ, ദൈവാരാധനയെ വെറും ലാഘവബുദ്ധിയോട് കാണുന്ന ഒരു ആത്മീക അന്തരീക്ഷത്തിൽ അല്ലയോ ദൈവമക്കളെ നാം നിലകൊള്ളുന്നത്? സമയപരിധിക്കുള്ളിൽ ആരാധനകൾ ഒതുങ്ങി മാറുകയാണ്. ദൈവസഭകൾക്കുള്ളിൽ ആരാധന വെളിപ്പെടാതെ, പരിശുദ്ധാത്മാവിന്റെ ആരാധന വെളിപ്പെടാത്തത് കൊണ്ട് യഥാർത്ഥമായ ദൈവശബ്ദം ദൈവസഭകൾക്കകത്ത് മുഴങ്ങാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവജനത്തിന്റെ ഇടയിൽ ദൈവവചനം യഥാവണ്ണം പ്രസംഗിക്കുവാൻ ദൈവദാസന്മാർക്ക് പറ്റാത്തത് കൊണ്ട് ജനത്തിന്റെ ഉള്ളിൽ പാപബോധമുണ്ടാകുന്നില്ല.
എല്ലാം ഒരു ചടങ്ങുകളായി മാറുകയാണ്. ഒരു കാലഘട്ടം വരെ ദൈവസഭയ്ക്കുള്ളിൽ ഒരു പ്രവാചകൻ വരുന്നു എന്ന് പറഞ്ഞാൽ ശമൂവേല് അത് വന്നതുപോലെയാണ്. ജനം വിറച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ ഉണ്ടെന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് ചെല്ലുന്നത്. ചിലരൊന്നും വന്ന് ആരാധനയ്ക്ക് പോലും വരുത്തില്ല. ഹല്ലേലൂയ. അന്നത്തെ പ്രവാചകന്മാർ, നമ്മുടെ പിതാക്കന്മാർ ദൈവവചനം, അത് ദൈവവചനത്തിലൂടെയുള്ള കാര്യമുള്ളതുപോലെ തുറന്നു പറയുമ്പോൾ അത് വ്യക്തിപരമായും ദൈവസഭയ്ക്കും അത് അവരുടെ വചനവും ദൈവശബ്ദവും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇന്നോ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി, രീതികൾ ഗതികൾ മാറി. ദൈവസഭയ്ക്കുള്ളിൽ ആരാധന വെളിപ്പെടാത്തത് കൊണ്ടും യഥാർത്ഥ ദൈവശബ്ദം മുഴങ്ങി കേൾക്കാത്തത് കൊണ്ടും ഇന്നത്തെ പുതിയ ജനറേഷൻ, പുതിയ ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുതലമുറകൾക്കുള്ളിൽ ഒരു പാപബോധം ഉണ്ടാകുന്നില്ല. പണ്ടൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്നത് എങ്ങനാ? നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടതാ? പാപബോധം ഉള്ളിലുണ്ടായിട്ടോ അലറി കരഞ്ഞ് നിലവിളിച്ചാണ് ആ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഒരു മാനസാന്തരം ഉണ്ടാകുന്നത്. ഇന്നത്തെ മാനസാന്തരം എങ്ങനെയാ ഉണ്ടാകുന്നത്? എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയുള്ളപ്പം മുതല് യഹോവ എന്റെ ഇടയനാകുന്നു ഇത് പറഞ്ഞു 9ഉം 10ഉം ആകുമ്പോൾ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് പിടിച്ച് സ്നാനപ്പെടുത്തുകയാ. ഈ കുഞ്ഞു ഹൃദയത്തിനകത്ത് ദൈവം വസിക്കുന്നുണ്ടോ എന്നും അവന് പാപബോധം ഉണ്ടായോ എന്നും മാതാപിതാക്കന്മാരാകുന്ന നാം പോലും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, വീക്ഷിക്കുന്നില്ല. എല്ലാം ഒരു ചടങ്ങായി മാറുകയാണ്. ദൈവസഭകൾക്കുള്ളിൽ ചടങ്ങുകളായി മാറുകയാണ്. ദൈവസഭകൾ ഭരിക്കുവാൻ ചിലരൊക്കെ കരങ്ങളിൽ എടുക്കുകയാണ്. ദൈവസഭയ്ക്കുള്ളിൽ പാപബോധമില്ല, ദൈവസഭയ്ക്കുള്ളിൽ കണ്ണുനീരില്ല, ദൈവസഭയ്ക്കകത്ത് കരച്ചിലില്ല, ദൈവസഭയ്ക്കകത്ത് അതേ ഹല്ലേലൂയ വീട് കിടന്ന് ഒരു കരയുന്ന ഒരു മനോഭാവം, ആ ഒരു ജീവിത രീതി ഇല്ല ഇന്ന്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പുതുതലമുറകൾ അത് വഴിവിട്ട് സഞ്ചരിക്കുന്നു. അതിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ദൈവസഭയ്ക്കുള്ളിൽ ആരാധന വെളിപ്പെടാതെ വരുമ്പോൾ, ദൈവസഭയ്ക്കകത്ത് പാപബോധം ഉണ്ടാകാതെ വരുമ്പോൾ, അത് പുതുതലമുറകൾ അവരുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കുന്ന പുതിയ ആരാധനാ കാര്യങ്ങൾ ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുക പലയിടത്തും. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്ത് ലൈറ്റും ഇല്ലായിരുന്നു. അത് ഹല്ലേലൂയ, അത് വലിയ ഇൻസ്ട്രുമെന്റ്സോ കാര്യങ്ങളോ ഇലക്ട്രിക് പോലും ഇല്ലായിരുന്നു. ഒരു ചെറിയ പെട്രോൾ മാക്സും ഉണ്ടായിരുന്നു, ഒരു ഡ്രമ്മും ഉണ്ടായിരുന്നു. ഇന്നത്തെയോ വാദ്യഘോഷങ്ങളുടെ നടുവിൽ, ശബ്ദകോലാഹലങ്ങളുടെ നടുവിൽ എന്തൊക്കെയോ കാട്ടിക്കുട്ടുന്നു. പുതുതലമുറയ്ക്ക് അത് മതി. അതിലേക്ക് അവരെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു പൈശാചിക ശക്തി ദൈവസഭയെ അടക്കി വച്ചിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് ഇത് തുറന്നുൾക്കൊള്ളുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞാൻ കണ്ടതും കേട്ടതുമാണ്, അനുഭവിച്ചതുമാണ് നിങ്ങളുമായി ഇന്ന് രാത്രിയിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാലകാലങ്ങളായി നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചു, നമ്മെ ഓരോ സഭകളിൽ ദൈവം നമ്മെ ആക്കിവെക്കുമ്പോൾ നിനക്ക് അത് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് ദൈവം ചില കൃപകളും ചില വരങ്ങളും തന്നിട്ടുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 കൊരിന്ത്യർ chapter 12 verses 7 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1 കൊരിന്ത്യർ chapter 12 verse 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ഇവിടെ പ്രസ്താവിക്കുന്നത്? 12-ാം അധ്യായത്തിന് 7-ാമത്തെ അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ ഒരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം. വിശ്വാസം ആക്ച്വലി എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസം എന്നത് ഒരു വരമാണ്. അതിന് 8 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഉച്ചകൂടി കാര്യം ഗൗരവമായി നമുക്ക് മനസ്സിലാക്കാൻ. 8-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും. ജ്ഞാനത്തിന്റെ വചനവുമുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനവുമുണ്ട്. അത് 2 നിലയിലും നാം പ്രസംഗിക്കണം. അറിവ് പകർന്നു കൊടുക്കേണ്ടടുത്ത് ജ്ഞാനത്തിന്റെ വചനം അറിവ് കൊടുക്കേണ്ടടുത്ത് നമ്മൾ അറിവ് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ തന്നെ ജ്ഞാനത്തിന്റെ മേളിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട്, പരിജ്ഞാനവുമുണ്ട്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന് ദാവീദ് ചെയ്ത കുറ്റത്തെ ദാവീദിന് ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണ്? പരിജ്ഞാനത്തോടു കൂടിയാണ് മഹാരാജാവായ ദാവീദിനെ നാഥാൻ പ്രവാചകൻ ബോധ്യപ്പെടുത്തുന്നത്. ഇന്നത്തെ പുതുതലമുറയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ച കൃപകളും വരങ്ങളും കൊണ്ട് പരിജ്ഞാനത്തിൽ അവരെ ബോധ്യപ്പെടുത്തണം. നാഥാൻ പ്രവാചകൻ ആദ്യം ജ്ഞാനത്തിലിട്ട് സംസാരിച്ചു. ഞാൻ ആ ഭാഗം പറയുവാൻ താല്പര്യപ്പെടുന്ന മക്കളെ, നമുക്കറിയാം. ജ്ഞാനത്തിൽ ആദ്യം സംസാരിച്ചു, ദാവീദിനെ അവന്റെ കാര്യം ബോധ്യപ്പെടുത്തി. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പരിജ്ഞാനത്തിലൂടെ കാര്യം ദാവീദിനെ നാഥാൻ പ്രവാചകൻ ബോധ്യപ്പെടുത്തുകയാണ്. തിയറി മാത്രം പോരാ ദൈവസഭയ്ക്കകത്ത്. ദൈവശാസ്ത്രം മാത്രം പ്രസംഗിച്ചാൽ പോരാ. ആത്മാവിന്റെ ശുശ്രൂഷകൾ അതെ, ഹല്ലേലൂയ, ദൈവസഭയ്ക്കുള്ളിൽ വെളിപ്പെടാത്തിടത്തോളം കാലം ദൈവജനത്തിന്റെ ഇടയിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുകയില്ല. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് പോലെ 8 കഥകളും 20 കഥകളും പറയേണ്ട കാലഘട്ടമല്ലല്ലോ. ശുദ്ധമായ ദൈവത്തിന്റെ വചനം പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അതെ, ഹല്ലേലൂയ, വചനമെന്ന മായമില്ലാത്ത പാല് അത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് അത് പറയുവാനുള്ള കൃപയാണ്, വരമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നെങ്കിൽ കേട്ടാലും കേട്ടില്ലാലും നീ അത് പറയുവാൻ തുനിഞ്ഞാൽ ദൈവം ഹൃദയങ്ങളെ ഉണർത്തും. 2 അടുത്തടുത്ത് എന്താ പറയുന്നത്? 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വേറൊരു അതേ ആത്മാവിൽ വിശ്വാസം. ഇന്ന് വിശ്വാസത്തെ പല നിലകളിൽ അത് കൺവെർട്ട് ചെയ്യുകയാണ്. വിശ്വാസത്തെ പല നിലകളിലേക്ക് മാറ്റിമറിക്കുകയാണ്. എബ്രായത്തിൽ അപ്പോസ്തലൻ പൗലോസ് വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് വിശ്വാസത്തിന്റെ ഡെഫിനിഷനാണ് അപ്പോസ്തലൻ പൗലോസ് എബ്രായ ലേഖനത്തിൽ പ്രസ്താവിക്കുന്നത്. വിശ്വാസം എന്നത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഇന്നത്തെ സഭകളിൽ നിന്ന് വിശ്വാസം എന്നത് പറയും, വിശ്വാസികൾ എന്ന് പറയും. പക്ഷെ വിശ്വാസത്തിന്റെ ആ ഒരു താഴ്വേര് അടിവേര് ഈ നാളുകളിൽ ഉണ്ടോ എന്ന് അത് ഒന്ന് ശോധന ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുകയാണ്. വിശ്വാസം താഴോട്ട് പറയുമ്പോൾ മറ്റൊരുവന് അതേ ആത്മാവിൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തി,
മറ്റൊരുവന് പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് വേണ്ട അതേ നൽകി, ഓരോ ടാലന്റുകൾ നൽകി ദൈവം നമ്മെ ഓരോ ഇടങ്ങളിലെ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളെ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അല്ലെങ്കിൽ നിന്നെ കേൾക്കുന്നവന്റെ നെറ്റി നിന്റെ നേരെ തീക്കല്ല് പോലെ കടുപ്പിച്ചാലും, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവഴിയായി ചെയ്യുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഈ നാളുകളിൽ ദൈവസഭയ്ക്കുള്ളിൽ എഴുന്നേൽക്കട്ടെ. നാം എടുത്ത ഈ വിശുദ്ധ തിരുവെഴുത്ത് നമ്മുടെ കാലം കഴിയുമ്പോൾ എടുക്കുവാൻ ആളുകൾ ഉണ്ടാകണമെങ്കിൽ, ഒരു പുതുതലമുറ ഉണ്ടാകണമെങ്കിൽ, ദൈവമക്കളെ എന്നെയും നിന്നെയും ഏൽപ്പിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണ്? എഴുതി കൊടുത്തതും തിരിച്ചിറങ്ങുമ്പോൾ, പാളയത്തിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് മോശയുടെ കൈവശം ഉണ്ടായിരുന്നു. അടുത്തടുത്തോടെ പറയുന്നത്, അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള എഴുത്ത് രണ്ടും ദൈവത്തിന്റെ അത് കൈകൊണ്ട് എഴുതിയതാണ്. പൗലോസ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിൽ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. അകത്തും പുറത്തും എഴുത്തുള്ള, നിന്നെ വായിക്കാവുന്ന നിലയിൽ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി നാം മാറേണ്ടിയിരിക്കുന്ന ലോകത്തിൽ ദൈവസഭയ്ക്കകത്ത് നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറണം. ഇന്ന് അകത്തെന്താണ് എഴുതിയിരിക്കുന്നത്, പുറത്തെന്താണ് എഴുതിയിരിക്കുന്നത്? അകത്ത് വരുമ്പോൾ എങ്ങനെ നിൽക്കുന്നു, പുറത്തു പോകുമ്പോൾ എങ്ങനെ നിൽക്കുന്നു? കൊരിന്ത്യർ പൗലോസ് പറയുന്നു, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗവും എന്തായിരിക്കണം? അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. ഇന്നത്തെ സഭകൾക്കകത്ത് വേറൊന്ന്, പുറത്തു വേറൊന്ന്. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, അവര് വെള്ള തേച്ച ശവക്കല്ലറകളാണെന്ന്. പുറമേ ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ അകമേ അത് കല്ലറയ്ക്ക് സമാനമാണ്. ദൈവമക്കളെ, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു വന്ന നിർദോഷമ പുണ്യാക രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിന്നെ എന്നെ ദൈവസഭയ്ക്കുള്ളിലേക്ക് ദൈവം നട്ടു ആക്കി വെക്കുമ്പോൾ ചില കൃപകളും ചില വരങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചാണ് ദൈവം നിന്നെ അതത് സഭകളിൽ നട്ട് ഏൽപ്പിക്കുന്നത്. ഇനി വലിയ വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യുവാനുള്ള ത്രാണി നമുക്കില്ലെങ്കിലും 2 താലന്ത് കിട്ടിയവനെ പോലെ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ദൈവസഭയെ പരിപോഷിപ്പിക്കുവാൻ നിനക്ക് കഴിയുമല്ലോ. നമുക്കെല്ലാവർക്കും വലിയ കൺവെൻഷൻ പ്രാസംഗികരൊന്നും ആകാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും വലിയ ഇന്റർനാഷണൽ പ്രാർത്ഥനക്കാരനൊന്നും പ്രാർത്ഥനക്കാരിയോ ആകുവാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ നമ്മെ ഏൽപ്പിച്ച ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സഭയാം തോട്ടത്തെ ഏത് നിലയിൽ നിനക്കും എനിക്കും പരിപാലിക്കുവാൻ പറ്റും. നിനക്ക് ലഭിച്ച കൃപ കൊണ്ട് ആ ദൈവസഭയാം പൂന്തോട്ടത്തെ എങ്ങനെ പരിപാലിച്ചെടുക്കുവാൻ പറ്റുമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ആ നിലവാരത്തിൽ മുന്നോട്ട് നീങ്ങുന്നവനെയാണ് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന് കർത്താവ് സംബോധന ചെയ്യുന്നത്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. യജമാനന്റെ സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. മൂന്നാമത്, തന്റെ ദാസൻ എന്ന മുദ്ര കുത്തിയ തന്റെ ദാസൻ എന്ന ലേബനുള്ള
ഒരു താലന്ത് കിട്ടിയവനും വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഒരു താലന്ത് കിട്ടിയവൻ വന്നിട്ട് എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു താലന്ത് കിട്ടിയവൻ വന്നിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, യജമാനനെ, നീ എനിക്ക് ഒരു താലന്തല്ലയോ തന്നത്? 24-ാമത്തെ വാക്യം. ഒരു താലന്ത് ലഭിച്ചവനും അടുത്തു വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവൻ ആരാണ്? ഈ വലിയ മനുഷ്യന്റെ ദാസനാണ്. ഈ വലിയ മനുഷ്യനെ കുറിച്ച് ഈ ദാസൻ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി നാം ഒന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വലിയ മനുഷ്യന്റെ കൊട്ടാരത്തിനകത്ത്, ആ വലിയ മനുഷ്യന്റെ ആ നിലയ്ക്കകത്ത് ജീവിക്കുന്ന ഈ ദാസൻ ഇന്ന് വരെ ഈ വലിയ മനുഷ്യനാകുന്ന അല്ലെങ്കിൽ അവന്റെ യജമാനനെ കുറിച്ച് അവനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ജീവിതം എവിടെയാണ്? ഈ വലിയ മനുഷ്യന്റെ കൂടെയാണ്. താമസം അവിടെയാണ്. തീനും കുടിയുമെല്ലാം അവിടെയാണ്. രാപ്പകൽ യജമാനന്റെ കൂടെയാണ്. എന്നാൽ ഇന്നും യജമാനൻ ആരാണെന്ന് ഈ ഒരു താലന്ത് കിട്ടിയവന് ഇന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവന്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാകുന്ന. അവന്റെ യജമാനനെ കുറിച്ച് അവൻ പറയുന്ന സാക്ഷ്യം, നീ ഒരു കഠിന മനുഷ്യനാണെന്നാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ യജമാനൻ, നമ്മുടെ പ്രിയൻ, ഹല്ലേലൂയ, അവൻ വെണ്മയും ചുമപ്പുള്ളവനാണ്, 10,000 അതിശ്രേഷ്ഠനാണ്. നമ്മളിൽ എത്ര പേരാണ് നമ്മുടെ യജമാനനെ കുറിച്ച് മനസ്സിലാക്കിയത്? നമ്മുടെ യജമാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കണം. നമ്മുടെ യജമാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യജമാനൻ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. മോശയുടെ കയ്യിൽ എഴുതി കൊടുത്തത് തിരിച്ചിറങ്ങുമ്പോൾ, പാളയത്തിലേക്ക് വരുമ്പോൾ അതവന്റെ കൈവശമുണ്ടായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചത് അത് ഈ ലോക ജീവിത യാത്രയിൽ നമ്മുടെ കൈവശമുണ്ടോ എന്നും അതെവിടെയെങ്കിലും നഷ്ടം വന്നു പോയോ എന്നും ഇന്ന് രാത്രി നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്. താഴോട്ട് പറയുമ്പോൾ, കൂടെ പാർത്ത ദാസന് അന്ത്യത്തിൽ എന്താണ് അവിടെ ലഭ്യമാകുന്നത്? അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, 28 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ, അങ്ങനെ ഉള്ളവനേവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്ത് കളയും. നോക്കണം, ആ ഒരു താലന്ത് എടുത്ത് 10 താലന്ത് ഉള്ളവന്റെ കൈവശം കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഉള്ളവനേവനും സമൃദ്ധി ലഭിക്കും. ഉള്ളവനേവനും സമൃദ്ധി ലഭിക്കും. ഉള്ളവനേവനും സമൃദ്ധി ലഭിക്കും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇന്ന് രാത്രി അതിന് ഒരു വ്യാഖ്യാനം ദൈവസഭകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, എത്രയോ ദീർഘനാളുകളായി, ദീർഘവർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന ദൈവസഭയ്ക്കകത്തുണ്ട്. ഇന്നും ഒരു അനുഗ്രഹമോ, ഇന്നും ഒരു സമൃദ്ധിയോ, ഇന്നും ഒരു ബ്ലെസ്സിങ്ങോ അവരുടെ ജീവിതത്തിൽ എന്താ ലഭ്യമാകാത്തത്? ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഇങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. വ്യാപാരം ചെയ്യുന്നവനാണ് പിന്നെയും കിട്ടുന്നതും സമൃദ്ധി ലഭിക്കുന്നതും.
Praise the Lord. നമ്മള് എന്തെങ്കിലുമൊക്കെ ആത്മീക ഭൗതിക നന്മകൾ കയ്യിലുള്ളവരെ നോക്കിയിട്ട് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ അതിനെ കുറിച്ച് പറയും. എന്നാൽ അവരോട് ചോദിക്കണം, അവര് കടന്നുപോയ ചൂളയുടെ അനുഭവങ്ങൾ. രണ്ട്, അവരോട് ചോദിക്കണം, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലും ദൈവമേൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്തത് അവരോട് ചോദിക്കണം. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ഉള്ളവൻ ഏവന് ലഭിക്കും. അവര് കിട്ടുമ്പോൾ, ആ ദൈവം പിന്നെയും കിട്ടുമ്പോൾ മറ്റുള്ളവർ നിന്ന് അതും ഇതും ഒക്കെ പറയും. കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? അവന് പിന്നെയും സമൃദ്ധി കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? അവന് ലഭിച്ച താലന്തിൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് അവന് പിന്നെയും ലഭിക്കുന്നതും പിന്നെയും അവന് സമൃദ്ധി ഉണ്ടാകുന്നതും. പ്രൈസ് ദി ലോർഡ്. അടുത്തടുത്ത് എന്താ പറയുന്നത്? ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദീർഘവർഷങ്ങളായി ദൈവത്തെ സേവിക്കുകയും ദീർഘവർഷങ്ങളായി ദൈവത്തെ സ്നേഹിക്കുകയും ദീർഘവർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പലർക്കും ഇന്നും എടുത്തു പറയത്തക്ക ഒരു നന്മയോ അനുഗ്രഹങ്ങളോ ഇന്ന് ലഭ്യമാകാതെ പല നിലകളെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, കർത്താവ് രക്തം തന്നതിനെ വിലയ്ക്ക് വാങ്ങി ഓരോ ഇടങ്ങളിൽ ദൈവം നിന്നെ ഇവനെ മാറ്റി വെച്ചിട്ട് ചില കൃപകൾ, കഴിവുകൾ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇന്നും വ്യാപാരം ചെയ്യാതെ അത് കുഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നീ കടന്നു പോകുന്ന ഈ വ്യഥയുടെയും വേദനയുടെയും അനുഭവങ്ങൾ. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ കരുണയുള്ള ദൈവം നമ്മെ പിന്നെയും ആദരിക്കുകയും മാനിക്കുകയും. ഇവൻ വ്യാപാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ദാസന് എന്നിൽ കിട്ടുന്നതെന്താണെന്ന് കൂടി 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്നാൽ കൊള്ളരാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ സ്ഥലം എവിടെയാണെന്ന് വേദപുസ്തകം ആധികാരികമായി പഠിക്കുന്ന നമുക്കറിയാം. ഇത് നരകമാണിത്. ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, പല്ലുകടിയും കരച്ചിലുമുള്ള സ്ഥലം, ഇത് നരകമാണ്. പോകുന്നത് ആരാണ്? ഔട്ടിലുള്ള മനുഷ്യനല്ല, രക്ഷിക്കപ്പെടാത്തവനല്ല, സ്നാനപ്പെടാത്തവനല്ല, കർത്തൃമേശയെ കൈക്കൊള്ളാത്തവനല്ല, ദൈവവചനം അറിയാത്തവനല്ല. ഈ ദാസനും ഈ യജമാനന്റെ വീട്ടിൽ താമസിച്ചവനാണ്. ഇവൻ ഈ അനുഭവത്തിലേക്ക് പോകേണ്ടി വന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവമേൽപ്പിച്ച ടാലന്തുകൾ വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്തില്ല എന്നുള്ള കാരണത്താലാണ് ഈ അനുഭവത്തിലേക്ക് ഇവൻ കടന്നു പോകുന്നതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല, കർത്തൃമേശ ആചരിക്കണം, സഭയുടെ അംഗമാകണം, വിശുദ്ധ ജീവിതം നയിക്കണം, ഇങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന അത് വിശ്വാസികൾ കാതേഹലിൽ ഘോരഘോരം പറയുകയും പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ നരകത്തിലേക്ക് പോകുന്ന വ്യക്തി ആരാണെന്ന് നാം ഒന്ന് ഡീപ്ലി ഒന്ന് ചിന്തിക്കണം. ഈ ധനികനായ മനുഷ്യന്റെ ദാസനാണ് ഈ അനുഭവത്തിലേക്ക് പോകുന്നതെന്ന് ഈ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിലുള്ള നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുന്നത് ഒരു താലന്ത് കിട്ടിയ ഈ ദാസനാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ യജമാനന്റെ കൊട്ടാരത്തിൽ പാർത്ത് അവിടെ ജീവിച്ച് അത് സുഖവും സുഭിക്ഷവും അനുഭവിച്ചവനാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു പോകും. ദൈവമക്കളെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന എവിടെയാണ്? ദൈവസഭയാ തോട്ടത്തിനകത്ത്. ഇതിനകത്ത് നമുക്കൊരു കുറവുമില്ല.
അത് ഒന്നിനും ഒരു പ്രയാസമില്ല. എങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ, എല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ നാം വ്യാപാരം ചെയ്യുന്നുണ്ടോ? നാം എങ്ങനെയായിരിക്കുന്നു? ആ ധനവിനിയോഗ അല്ലെങ്കിൽ ആത്മീക ഭൗതിക വിനിയോഗത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് അത് നാം ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് സ്വയശോധനയ്ക്ക് വിധേയനാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണ്? പാളയത്തിലേക്ക് പുറപ്പെടുന്ന മോശയുടെ കയ്യിൽ ദൈവം കൊടുത്തിരുന്ന കൽപ്പലകകൾ ഉണ്ടായിരുന്നു. അതിന് അകവും പുറവും ദൈവത്തിന്റെ എഴുത്തുകളായിരുന്നു. അതും കൊണ്ട് മോശ എവിടേക്ക് പോവുകയാണ്? പാളയത്തിനകത്തേക്ക് പോകുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്റെ സമയം ഒരല്പ മിനിറ്റും കൂടെ മുമ്പിലുണ്ടല്ലോ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പാളയത്തിലേക്ക് കടന്നു വരുന്ന മോശ, യോശുവ പറയുന്നു, പാളയത്തിനകത്ത് വലിയ അതേ ആരവാരങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാളയത്തിലേക്ക് കടന്നു വന്ന മോശ കാണുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തെയാണ് മോശ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ്? എന്തും കൊണ്ടാണ് ഇറങ്ങി വരുന്നത്? ദൈവത്തോട് കൂടെ വസിച്ച് അത് ദൈവം എഴുതി കൊടുത്തതും വാങ്ങിച്ച് അത് അതും കയ്യിൽ പിടിച്ച് പാളയത്തിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പാളയത്തിനകത്ത് മോശ കാണുന്നത് എന്തുവാണ്? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഈ കാളക്കുട്ടിയാണെന്നും പറഞ്ഞ് ഈ കാളക്കുട്ടിയെ, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന, അതിനെ നമസ്കരിക്കുന്ന, അതിനെ സേവിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് മോശ കാണുന്നത്. ദൈവമക്കൾക്ക് എന്നെ കേൾക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. മോശയുടെ കയ്യിൽ അപ്പോഴും എന്തുണ്ട്? ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളുണ്ട്. ദൈവം എഴുതി കൊടുത്ത കൽപ്പലകൾ കയ്യിലിരിക്കെ, ജീവനുള്ള ദൈവത്തിന്റെ വിരലുകൾ പതിഞ്ഞ കൽപ്പലകൾ കയ്യിലിരിക്കെ, ഇസ്രായേൽ ജനം പറയുകയാണ്, ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവസഭകൾക്കകത്ത് പ്രൈസ് ദി ലോർഡ് അനേക കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി പ്രൈസ് ദി ലോർഡ് അതിനെ ആരാധിക്കുന്ന, അന്ധമായി ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ആരാധിക്കുന്നവരില്ലാതില്ല ദൈവസഭയ്ക്കകത്ത്. അതിനൊരു പരിധി വരെ കാരണം ഇവിടെ ആരോ അഹരോനാണ്. അഹരോനാണ് ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടി പറയട്ടെ. കെട്ടുകഥകളും ഇഴവിക്കഥകളുമല്ല ദൈവസഭയ്ക്കകത്ത് പറയേണ്ടത്, പ്രസംഗിക്കേണ്ടതും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തമായി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാളക്കൂറ്റന്മാർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കുകയില്ല. ജനത്തിന്റെ ആരാധനാ കാര്യങ്ങൾ മറ്റു പലതിലേക്കും കൺവെർട്ടായി പോകുകയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് മറ്റു പലതിലേക്കും ആരാധന മാറുകയാണ്. ഇന്നത്തെ ആത്മീയ ലോകം അങ്ങനല്ലേ ദൈവമക്കളെ? ആരാധനയ്ക്കകത്തും ആത്മീക ലോകത്തിന്റെ അകത്തും ദൈവത്തെ മാറ്റിയിട്ട് അത് ദൈവം ഇന്ന് ഔട്ടിലാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ദൈവസഭകൾക്കകത്ത് ദൈവ സാന്നിധ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പുതിയ പുതിയ ചില കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് ഇടിച്ചു കയറി വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ ടാലന്റുകൾ ലഭിച്ച ദൈവമക്കളെ, നാം ശക്തമായി എഴുന്നേൽക്കണം. നാം ശക്തമായി എഴുന്നേറ്റില്ലെങ്കിൽ
Praise the Lord. എന്റെ നിന്റെയും സ്ഥാനത്ത് ദൈവം മറ്റു ചിലരെ എഴുന്നേൽപ്പിക്കും. എസ്തേറിന്റെ ബന്ധത്തിൽ മൊർദെഖായിയുടെ ബന്ധത്തെ പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്ത് രക്ഷയുണ്ടാകും, ദൈവം മറ്റു വഴികൾ ഉണ്ടാക്കും. ഈ നാളുകളിൽ ദൈവസഭയ്ക്കുള്ളിൽ അത് ദൈവമല്ലാത്ത ചില കാര്യങ്ങൾ ആരാധനാ വിഷയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് ദൈവസഭയ്ക്കകത്ത്, ആത്മീക ലോകത്തിനകത്ത് സാമ്പത്തികമില്ലായിരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രയാസമായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലഘട്ടം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ പൈസ ഇല്ലാത്ത, സാമ്പത്തികമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇന്നത്തെ സ്ഥിതി വേറെയാണ്. ഇന്നത്തെ സ്ഥിതി ദൈവസഭകൾക്കകത്ത് അതേ ധനം പല നിലകളിൽ അതേ പ്രവർത്തിക്കുകയാണ്. ധനം പിശാചിന്റെ വലിയ ഒരു പ്രവൃത്തിയാണത്. ദൈവമക്കളാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ കടന്നു വന്നിട്ട് ദൈവസഭയ്ക്കുള്ളിൽ ആരാധനകൾ വെളിപ്പെടുന്നില്ല. വേണ്ട വിധത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല. വേണ്ട വിധത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവസഭകൾക്ക് അത് കഴിയുന്നില്ല. എന്നെ കേൾക്ക് ദൈവമക്കളെ, കൃപ ലഭിച്ചവരെ, കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവനെ, നീ ഞാനും എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുന്നേൽക്കണം. എഴുന്നേറ്റ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നിലുള്ളത് നീ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്. മോശ കാണുമ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്നു. ഞാൻ ആ ഭാഗം അങ്ങനെ വിട്ടുകളയട്ടെ. മോശ എന്താണ് ഇവിടെ ചെയ്തത്? തന്റെ കയ്യിൽ ഇരിക്കുന്നത് ദൈവം എഴുതി തന്ന കൽപ്പനയാണോ, കൽപ്പനകളാണോ എന്നുള്ള ചിന്ത പോലും മാറിയിട്ട് അതിനെ എറിഞ്ഞ് ഉടച്ചു കളയുകയാണ്. എറിയുന്നതും ഉടയുന്നതും ആര് തന്നതാണെന്ന് പോലും മോശയ്ക്കൊരു ബോധമില്ലാത്ത രീതിയിൽ അത് ഉടച്ചു കളയുക. കാരണം മോശയുടെ കോപം അങ്ങനെ ജ്വലിക്കുകയാണ്. ജനത്തിന്റെ യോഗ്യമല്ലാത്ത പോക്ക് കണ്ട മോശയുടെ കോപം ജ്വലിച്ചിട്ട് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളെ മോശ എറിഞ്ഞ് ഉടച്ചു കളയുന്നു. അതിനകത്ത് ദൈവം എഴുതിയ വാക്കുകളും വാഗ്ദത്ത വചനങ്ങളും ഉടഞ്ഞ് തരിപ്പണമാകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഹൃദയങ്ങളെ തൊട്ട് വിളിച്ചു ചോദിക്കുന്നു, ഇതുപോലെ ഉടഞ്ഞ് തകർന്നു പൊടിഞ്ഞു പോയ എത്രയെത്ര വാഗ്ദത്തങ്ങളാണ് ഇന്നും ശേഷിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഉപവാസ പ്രാർത്ഥനകളിൽ, ചില പേഴ്സണൽ പ്രാർത്ഥനകളിൽ, ചില ജീവിത സന്ദർഭങ്ങളിൽ, ചില ദൈവവചന ധ്യാനങ്ങളിൽ, അല്ലെങ്കിൽ നീ ദൈവത്തോട് സംസാരിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ തട്ടി സംസാരിച്ച ചില വാഗ്ദത്തങ്ങൾ ഇന്ന് നിറവേറാതെ ഉടഞ്ഞു പോയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ വിളിച്ചറിയിക്കുകയാണ്. എന്നാൽ നാം സേവിക്കുന്ന ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്. ആ ദൈവം പിന്നെയും മോശയോട് എന്താണ് പറയുന്നത്? ഉടഞ്ഞു പോയത് ഉടഞ്ഞു പോകട്ടെ, തകർന്നു പോയത് തകർന്നു പോകട്ടെ, അതേ മറുപടി കിട്ടാത്തത് മറുപടി കിട്ടാതെ പോകട്ടെ എന്നല്ല ദൈവം പറയുന്നത്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഊവെന്ന് പറഞ്ഞാൽ ഊവ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. തിരുവെടുത്ത് പറയുന്നു, മോശ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും നിഷ്ഫലമായി പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്നോടും എന്നോടുമുള്ള ബന്ധത്തിൽ ചില വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ ചില അനുഗ്രഹങ്ങളും ഇന്നും തകർന്ന് തരിപ്പണമായി അത് പൂർത്തീകരണത്തിലേക്ക് വരാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു. പുറപ്പാട് 34-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. Exodus chapter 34 verse 1. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ,
മുമ്പിലത്തേത് പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. ദൈവമക്കളെ, നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി പറയണം, ഈ ലോക ജീവിതയാത്രയിൽ ഞാൻ സേവിക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവം എത്രയോ സ്നേഹവാനായ ദൈവമാണ്, എത്രയോ കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. തകർന്നു പോയത് പോട്ടെ എന്നല്ല, അദ്ദേഹം വെളിച്ചം കാണാത്തത് അങ്ങനെ പോകട്ടെന്നല്ല, പൊടിഞ്ഞ് തവിടുപൊടിയായി പോയത് അങ്ങനെ പോകട്ടെന്നല്ല പറയുന്നത്. ദൈവം പിന്നെയും മോശയോട് വിളിച്ചിട്ട് പറയുകയാണ്, മോശേ പിന്നെയും 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 മോശയോട് പറയുകയാണ്, മോശേ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി ഒരുക്കണം. ഈ പ്രാവശ്യം ഞാൻ ചെയ്യത്തില്ല, നീ അത് ചെയ്തു കൊണ്ടുവരണം. ഒരു പ്രാവശ്യം ദൈവം അരുളി ചെയ്ത് എഴുതി തന്നതാണ്. അത് തകർന്നു പോയെങ്കിൽ ഇനി നീ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ തെറ്റുകളും നിന്റെ കുറ്റങ്ങളും നിന്റെ കുറവുകളും നിന്റെ പോരായ്മകളും നിന്റെ അവിശ്വസ്തതകളും എല്ലാം നീ മനസ്സിലാക്കി, നീ തന്നെ നിന്റെ ഹൃദയത്തിനെ ഒന്ന് ചെത്തി വെടിപ്പാക്കി എന്ത് ചെയ്യണം? അതേ മുമ്പിലത്തെ പോലെ പലക 2 ചെത്തി വെടിപ്പാക്കി നീ എന്റെ അടുക്കൽ കയറി വരണം. എങ്ങനെയാണ് പറയുന്നത്? അതേ മുമ്പിലത്തെ പോലെ, അത് നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പോലെയുള്ള പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. കാരണം ദൈവത്തിനൊറ്റ വാക്കേ ഉള്ളൂ. ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അവന് മാറ്റിക്കൂടാ. അവനൊരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളുടെ നടുവിൽ ചിലതൊക്കെ തകർന്നു പോയെന്നും ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നും ചിലതൊക്കെ ഇന്നും ഫലം കാണാതെ കിടക്കുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുമ്പോൾ, അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, നീ പിന്നെയും ഒരുങ്ങുക, ചെത്തി വെടിപ്പാക്കുക. ആരെയാണ് ചെത്തേണ്ടത്? എന്താണ് ചെത്തേണ്ടത്? നമ്മെ ചെത്തണം, നമ്മെ ഒരുക്കണം. നീ അതുണ്ടാക്കിയിട്ട് രാവിലെ ഒരുങ്ങി, രാവിലെ എന്റെ സന്നിധിയിൽ സീനായി പർവ്വത മുകളിൽ നീ എന്റെ അടുക്കൽ കയറി വരേണം. നീ എന്റെ അടുക്കൽ കയറി വന്നാൽ പ്രൈസ് ദി ലോർഡ്, മുമ്പിലത്തെ വചനങ്ങളെ ഞാൻ പിന്നെയും നിനക്ക് എന്ത് ചെയ്യാം? എഴുതിത്തരാം. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ഞാൻ എന്ത് ചെയ്യാം? നിന്നോടും എന്നോടുമുള്ള വാഗ്ദത്തങ്ങളെ, നിനക്കും എനിക്കും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതി, നിന്നെ ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ച് ഞാൻ എഴുതിത്തരാം. ദൈവവേദനേ, ഞാൻ മറന്നിട്ടില്ല. ഞാൻ നിശ്ചയമായിട്ടും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം മറന്നാലും നാം സേവിക്കുന്ന ദൈവം മറക്കില്ല. ഹല്ലേലൂയ. കാലങ്ങളും കാലാർത്ഥങ്ങളും മുന്നോട്ട് പോയാലും, കാലചക്രം മുന്നോട്ട് അതിവേഗം ഓടിയാലും, അതേ ദൈവം ഒരിക്കലും അത് മറക്കുകയില്ല. ദൈവം പറയുകയാണ്, നീ നിന്നെ ഒരുക്കി, നീ ദൈവസന്നിധിയിൽ എന്റെ അടുക്കൽ കയറി വന്നാൽ ഞാൻ പിന്നെയും നിനക്ക് ഞാനത് എഴുതി തരാം. പിന്നെയും നിന്നോടും എന്നോടുമുള്ള വാഗ്ദത്തങ്ങളെ ഒന്നുകൂടി ഞാനൊന്ന് ഉറപ്പിച്ചു തരാം. ഈ 34-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത വചനത്തിന്റെ 2 വാക്യങ്ങൾ, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 വാക്യങ്ങളുടെ ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. 34-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നത്. 7-ാമത്തെ വാക്യം എന്താണ്? 34-7. ആയിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും ആയിരങ്ങൾക്ക് ദയ കാണിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ തലമുറയോട് ദയ കാണിക്കുന്ന ദൈവം.
നാം ഒരു തലമുറ മാറിയാലും നാം മുന്നിൽ കാണുന്ന നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറ മാറിയാലും 1000 തലമുറകളോട് ദയ കാണിക്കുന്ന ദൈവം ഈ സ്ഥലം അതിക്രമവും പാപങ്ങളും ക്ഷമിക്കുന്നവൻ. മതി. അതിന്റെ താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചേ. അതിന് അവൻ അരുളി ചെയ്തെന്നാൽ, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുൻപാകെ ഞാൻ ചെയ്യും. ഭൂമിയിൽ ഒരു ജാതിയുടെ മുമ്പിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. നിന്റെയും എന്റെയും ഭവനത്തിനകത്തും തലമുറകൾക്കകത്തും നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നടത്തിയെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്. അതൊന്നോ രണ്ടോ തലമുറയിലേക്ക് നിൽക്കുന്നതല്ല, 1000 മോശയുടെ ബന്ധത്തിൽ 90 സംഗീതത്തിൽ പറയുന്നു, ദൈവമേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. എന്താണ് പറയുന്നത്? ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങളാണ്. അത് നാം ഒരുങ്ങി ദൈവസന്നിധിയിൽ പിന്നെയും അടുത്തു വന്നാൽ അതേ നീയും ഞാനും വിചാരിക്കാത്ത ചില അത്ഭുതങ്ങളും ചില അടയാളങ്ങളും അത് കുടുംബത്തിനകത്ത് നടത്തിത്തരുമെന്നാണ് ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി. നമ്മള് വിചാരിക്കുന്നതൊക്കെ ഈ ചെറിയ ചെറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണ്? രോഗസൗഖ്യം, കടഭാരം, ഞെരുക്കം, മോക്ക് പഠനം, അല്ലെങ്കിൽ മോന് പഠനം, മോന് കല്യാണം, മോക്ക് കല്യാണം, ഇങ്ങനെയുള്ള ചെറിയൊരു വീട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്, നാം ചിന്തിക്കുന്നത്. ഈ ഒരു അബദ്ധം ഒരിക്കല് ദാവീദിനും പറ്റിയതാണ്. ദാവീദ് വിചാരിച്ചു, ഞാൻ ഇസ്രായേലിന്റെ മഹാരാജാവായി, ഇതിനപ്പുറത്തേക്കൊന്നും എനിക്ക് കിട്ടാനില്ല. ദൈവം അവനോട് വിളിച്ചു പറയുകയാണ്, ദാവീദേ, ഞാൻ ഇനിയും ചിലതൊക്കെ കൂടെ നിനക്ക് തരുമായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ചെറിയ ചിന്താഗതിയിൽ നിന്ന് നാം ഒന്ന് പുറത്തേക്ക് വന്നാൽ നിനക്കും എനിക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അത് ചുറ്റുപാടുകളിൽ മറ്റുള്ളവരിൽ നടക്കാത്ത, അത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളും ചില വഴികളും ചില കാര്യങ്ങളും നിന്റെ കുടുംബത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. Praise God. Praise the Lord. Praise the Lord. താഴോട്ട് വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുന്നത് എന്താണ്? Praise the Lord. Praise the Lord. താഴോട്ട് വായിക്കുമ്പോൾ വേണ്ട, അതിന്റെ 24ാമത്തെ വാക്യം കൂടെ വായിച്ചാണ് അവസാനിപ്പിക്കുന്നത്. 24ാമത്തെ വാക്യം, ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നിന്റെ കുടുംബത്തിനകത്ത്, നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നിന്റെയും എന്റെയും അതിരുകളെ വിശാലമാക്കണമെങ്കിൽ ഒരു വിസ്തൃതിയിലേക്ക് വരുത്തുമെന്നാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്നത്. നിന്റെ അതിരുകളെ ഞാൻ എന്ത് ചെയ്യും? വിശാലം. നിന്റെ ആത്മീക അതിരുകൾ, നിന്റെ ജോലിയുടെ അതിരുകൾ, നീ ആയിരിക്കുന്ന ചില ഇടുങ്ങിയ അനുഭവങ്ങളിൽ നിന്ന്, ഓ ഹല്ലേലൂയ, നിന്റെ അതിരുകളെ വിശാലമാക്കുവാനും കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വൻവഴികളും വലിയ വാതിലുകളും യോശുവ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഇതുവരെ പോയിട്ടില്ലാത്ത ചില അനുഭവങ്ങളിലൂടെ ദൈവമക്കളെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുമ്പത്തെ പോലെ നീ പിന്നെയും 2 കൽപ്പലക ചെത്തി ഒരുക്കി
നീ എൻ്റെ അടുക്കൽ കയറി വന്നാൽ ഞാൻ പിന്നെയും തിരിച്ചെഴുതി തരുവാൻ വിശ്വസ്തനായ ദൈവം. ദൈവമക്കളെ, നമുക്കൊന്ന് ഒരുങ്ങാം. തകർന്നതിനെ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാമെന്ന് നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ വാക്കു പറയുകയാണ്. നാം ആയിരിക്കുന്ന മേഖലകളിൽ ഇന്ന് വരെ വെളിച്ചം കാണാത്തത് പലതും വെളിച്ചത്തിലേക്ക് വരികാൻ പോകുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. നമ്മുടെ യാചനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. ഇതിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഹല്ലേലൂയ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവമേ, എന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതങ്ങള് അത് എന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുന്നു നീ ഓർത്ത ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അവസാനത്തിൽ മോശയോട് ദൈവം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നീ ഇതെഴുതി ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറയുക. നമ്മുടെ കണ്ണിലടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവം സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരിലൂടെ ദൈവസഭ അനുഗ്രഹപൂർണമായി തീരട്ടെ. തകർന്നതിനെ നോക്കി നെടുവീർപ്പിടുവാനല്ല ആഗ്രഹിക്കുന്നത് ദൈവം. പിന്നെയോ ഒന്നുകൂടി ഒന്ന് പുതുക്കി, ഒന്ന് പണിത് ചില പ്രോമിസുകളെ എൻ്റെ കുടുംബത്തിനകത്തേക്ക് നൽകി തരുന്നു. നമ്മുടെ കുടുംബത്തിനകത്തേക്ക് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണടയ്ക്കാൻ ദൈവസ്ഥ